ശരയോഗയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ചക്രങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഊർജ്ജ ചക്രങ്ങൾ ഗ്രന്ഥികളുടെ ഭാഗത്തും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അവയവങ്ങളുടെ ഭാഗത്തും അവയിലേക്ക് കറണ്ട് പോകണം. നമ്മുടെ ഈ ചക്രമായിട്ട് ബന്ധപ്പെട്ട് സാറ് പറഞ്ഞ പോയിന്റ് ശരയോഗയിലും കറക്റ്റാണ്, ആ തത്വം കറക്റ്റാണ്. വെച്ചാൽ ഈ വാൽവുകളൊക്കെ വീണ്ടും തുറക്കുക, ബ്രീത്ത് ഇങ്ങോട്ട് എത്തിയിട്ട് ഈ നാഡികളൊക്കെ വീണ്ടും ആക്റ്റീവ് ആകുമ്പോൾ നമ്മളിൽ ആ ശിശു സഹജമായ നിഷ്കളങ്കത വീണ്ടും വരും, ആ ദൈവികത വീണ്ടും വരും. ഒരിക്കൽ തുറന്നിരുന്നതും പിന്നീട് അടഞ്ഞതുമായ ഈ നാഭി കേന്ദ്രീകൃതമായിട്ടുള്ള നാഡികളെ മുഴുവൻ സയൻസ് ഓഫ് ബ്രീത്തിൻ്റെ ആദ്യത്തെ പ്രാക്ടീസ് നമ്മൾ നാഫി നിന്നുകൊണ്ടാണ് പ്രാക്ടീസ്. ഫസ്റ്റ് മുഴുവൻ നാഫിയുടെ പ്രാക്ടീസ് മാത്രമേ ഉടനെ തുടങ്ങാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി, അപ്പോൾ അതും കൂടിയാണ്. ഇങ്ങനെയുള്ള ഈ സർപ്പത്തിൻ്റെ ആകൃതിയിലാണല്ലോ നമ്മളെ ഇട പിങ്കള സുഷ്മയുടെ ഇതിൽ ഈ ജോയിൻറ്റ്സ് വരുന്ന ഭാഗമുണ്ട്, അങ്ങനെ ക്രോസ് ചെയ്യുന്ന ഭാഗം. അങ്ങനെ വോൾട്ടേജ് കൂട്ടിയിട്ട് വേണ്ടത്ര വോൾട്ടേജ് എത്തുമ്പോൾ ആ ഗ്രന്ഥി ആക്റ്റീവാകും. സാറേ, നമുക്ക് ശരിക്കും ശരയോഗയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ചക്രങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. ഊർജ്ജ ചക്രങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. രണ്ടാമത് നമ്മുടെ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ പഞ്ചഭൂതങ്ങളെ കണക്ട് ചെയ്യുന്ന പ്രാക്ടീസിൽ നമ്മൾ ഓരോ ചക്രത്തിലും ഓരോ പഞ്ചഭൂതത്തെ കണക്ട് ചെയ്ത് ചെയ്യാറുണ്ട്. എങ്കിലും അത് വളരെ ഡീറ്റെയിൽഡായിട്ട് ചക്രധ്യാനങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് സംഭവിക്കുന്നത് അഷ്ടാംഗയിലൊക്കെയാണ്. അപ്പോൾ ഈ ചക്രങ്ങളെക്കുറിച്ച് ഒന്ന് സാറൊന്ന് പറയാമോ? സംഭവം വളരെ സിമ്പിൾ തന്നെയാണ്. സാറപ്പുള്ള ആളുകൾ പ്രാണനെ നേരിട്ട് അതിൽ ഡീൽ ചെയ്യുന്നു. ഇതിലാകുമ്പോൾ നമ്മൾ നാഡികളും അതിൻ്റെ ഘടനയും അതിലത്തെ ഓരോ സ്റ്റേജുമായിട്ട് കുറച്ചും കൂടി വേറൊരു ഡീറ്റെയിലിംഗ് ആണ് അതിൽ എന്നുള്ളത്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഒരു ഊർജ്ജമാണല്ലോ നമ്മളുടെ ഉള്ളിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രാണൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രവഹിക്കുന്നത് നമ്മളുടെ വീട്ടിലത്തെ വയറിങ് പോലെയുള്ള സിസ്റ്റം നാഡികളിലൂടെയാണ്. അതിൽ അതിൻ്റെ കേന്ദ്രം എന്ന് പറയണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രൂപം കൊള്ളുമ്പോൾ ആ കേന്ദ്രം മുഴുവൻ ഇവിടെയാണ്. നമ്മുടെ വയറിലായിരിക്കുമ്പോൾ നാഭിയിലൂടെയാണ് ഈ പുറം ലോകം മുഴുവൻ കുട്ടിയിലേക്ക് എത്തുന്നത്. പോഷകങ്ങളും എല്ലാ അറിവുകളും എല്ലാം എത്തുന്നത് അവിടെ. അപ്പം ഒരു സിസ്റ്റം എന്നുള്ള നിലയ്ക്ക് മനുഷ്യൻ്റെ എല്ലാ നാഡികളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. പിന്നീട് നമ്മൾ ആ ഫസ്റ്റ് ബ്രീത്ത് അമ്മയുടെ വയറിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഈ ബ്രീത്ത് തുടങ്ങും. ഇത് തുടങ്ങുന്നതോട് കൂടിയിട്ട് പിന്നെ ക്രമേണ എന്താ വെച്ചാൽ ഈ നാഡികൾ കുറച്ച് ഡോർമെൻ്റായി വരും. ഇങ്ങോട്ടുള്ള നാഡികളിലേക്കാണ് പിന്നീട്. അപ്പോൾ പിന്നെ അടുത്ത സെൻറ്ററായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. ഇവിടെ കോടിക്കണക്കിന് നാഡീകോശങ്ങളാണ്. അപ്പോൾ ഒരു 2-3 വയസ്സ് വരെയൊക്കെ നമ്മൾ ഈ കേന്ദ്രത്തിലാണ്. അതുകൊണ്ടാണ് കുട്ടികൾ ദൈവികതയിൽ അതാണ് ദൈവജ്ഞർ തന്നെയാണ്. പക്ഷെ മൈൻഡ് ഡെവലപ്പ് ചെയ്യും കുറച്ച് 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും തോട്ട്സ് ഡെവലപ്പ്. അപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ് ക്രമേണ. പിന്നെ ഒരു 6-7 വയസ്സാകുമ്പോഴേക്കും ഈ ഭാഗം പിന്നെ നമുക്ക് ഇങ്ങോട്ട് ബ്രീത്ത് എത്തുന്നേ ഇല്ല. അപ്പോൾ ഈ കേന്ദ്രം ഇത് കേന്ദ്രമാണെങ്കിൽ ഇവിടുന്ന് ആ സുഷുമ്നയിൽ കൂടെ നട്ടലിൽ കൂടെ സുഷുമ്നാ നാഡി വരുന്നു. അതിൽ അറിയാലോ, ഇടതുഭാഗത്തുള്ള ഇടനാഡി, വലതുഭാഗത്തുള്ള പിങ്കള, നടുവിലുള്ള സുഷുമ്ന. ആ വരുന്ന വരവിൽ ഒറ്റ നാഡിയായിട്ട് ഇങ്ങനെ നട്ടലിൽ കൂടെ വരുമ്പോൾ ഓരോ പിന്നെ ഗ്രന്ഥികളുടെ ഭാഗത്തും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അവയവങ്ങളുടെ ഭാഗത്തും അവയിലേക്ക് കറണ്ട് പോകണം. അങ്ങനെ കറണ്ട് പോകുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷനുകളാണ് ആ നാഡികളുടെ. ഇപ്പോൾ നമ്മൾ ഒരു റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 4 കൂടിയ ഒരു ജംഗ്ഷൻ ഉണ്ടാവും. അതേപോലെ ഇവിടെ ഒരു 4 കൂടിയ ജംഗ്ഷൻ മൂലാധാരം. അപ്പോൾ അവിടേക്ക് 4 റൂട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നുണ്ടെന്നാണ്. പ്രധാനപ്പെട്ട 4 ഓർഗൻസിലേക്ക് പോകുന്നു. അതുപോലെ സ്വാധിഷ്ഠാനത്തിൽ വയ്ക്കുമ്പോൾ അവിടെ നിന്ന് 6 പ്രധാന പാതകൾ. അപ്പോൾ ഇതൊക്കെ ഈ വയറിങ്ങിൽ പോകുന്ന നാഡികൾ പോകുന്ന പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഓഫ് നാഡികൾ എത്ര ബ്രാഞ്ചായിട്ട് പോകുന്നു എന്നുള്ളതാണ് ദളങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ 4, 6, ഇവിടെ 10, അടുത്തതിൽ 10, മണിപൂരകത്തിൽ 10, 12, അങ്ങനെ 16 അങ്ങനെ പോവുകയാണല്ലോ.
അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മൾ ആധാരസ്ഥാനങ്ങളായിട്ട്. അതെ അതെ അപ്പോൾ ആധാരസ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്ക് നാഡികളുടെ അർത്ഥത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ നാഡികൾ ആ പോയിന്റിൽ നിന്ന് അത്രയും ബ്രാഞ്ചായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അവിടെയൊക്കെ ഓരോ പ്രധാന ഗ്രന്ഥികൾ കൂടിയുണ്ട്. അതെ അതെ അപ്പോൾ ശരിക്ക് പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബ്രീത്ത് ചെയ്ത് 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 ഈ നാഡികൾ കൂടെ മുഴുവൻ പ്രാണം പ്രവഹിച്ച് വരുമ്പോൾ അതാത് ഭാഗത്ത് എത്തുന്ന സമയത്ത് ആ ഭാഗത്തുള്ള എല്ലാ ഓർഗൻസിലേക്കും പൂർണ്ണമായ തോതിൽ എനർജി എത്താൻ തുടങ്ങും. അതെ അതെ അപ്പോൾ അടുത്ത സ്റ്റേജിൽ വരുമ്പോൾ ആ ഭാഗത്തും ഗ്രന്ഥികളെല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കും. അപ്പോഴാണ് അത് ചക്രയാവുന്നത്. അപ്പം അതുവരെ അത് ആധാരം. അത് എനർജൈസ്ഡ് ആയി കഴിയുമ്പോൾ ചക്ര ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അത് ചക്രയായി. അങ്ങനെ ഓരോ സ്റ്റേജിലും തുറന്ന് വന്നു കഴിയുമ്പോൾ വിശുദ്ധി വരെ സാധാരണ നമുക്ക് പല അഭ്യാസങ്ങളുകൊണ്ടും പലർക്കും എത്തും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് സഹസ്രാരം ആജ്ഞയും സഹസ്രാരവും ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി സീക്രട്ടായിട്ടുള്ള വിദ്യകൾ കൊണ്ട് നമുക്ക് അവിടേക്കും എനർജി എത്തിക്കാൻ പറ്റും. അങ്ങനെ നമ്മളുടെ മൊത്തം നെർവസ് സിസ്റ്റം, അതായത് മൊത്തം വയറിങ് നല്ല സൂപ്പർ കണ്ടക്ടിവിറ്റി സൂപ്പർ കണ്ടക്ടിവിറ്റി ഉണ്ടല്ലോ. അപ്പോൾ പ്രതിരോധം തീരെ കുറയുക, അതാണ് ശുദ്ധമാവുക. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മനുഷ്യൻ എന്ന സിസ്റ്റവും അതിൻ്റെ ആ ബ്രെയിനും ഒരു സൂപ്പർ കമ്പ്യൂട്ടറാവും. സാധാരണ വർക്ക് ചെയ്യണേക്കാൾ പിന്നെ എഫിഷ്യൻ്റായിട്ട് പരിപൂർണമായ പ്രവർത്തനശേഷി കൈവരിക്കും നമ്മുടെ നാഡി സിസ്റ്റത്തിൽ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ ഉണരാതിരുന്നിരുന്ന പല സെല്ലുകളും ഉണരുമ്പോൾ സാധാരണ ഒരാൾ ഇപ്പോൾ നമുക്ക് സാധാരണ ഒരാൾക്ക് ഇപ്പോൾ കാഴ്ച അല്ലെങ്കിൽ ശബ്ദം 20 ഹെർട്സിനും 20,000 ഹെർട്സിനും അകത്തേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. എന്നുവെച്ച് ആ ശ്രവണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട മുഴുവൻ സെല്ലുകളും ഉണരുമ്പോൾ 20 താഴെയുള്ള ശബ്ദവും നമ്മൾ കേൾക്കും, 20,000 മുകളിലുള്ളതും കേൾക്കും. അപ്പോൾ നമ്മൾ അമാനുഷികമായ സിദ്ധിയാണ് ശരിക്കും. സത്യത്തിൽ അമാനുഷികമോ സൂപ്പർ ഹ്യൂമനോ ആയിട്ടുള്ളതല്ല ശരിക്കും. സാർ അത് തന്നെയല്ലേ ശരിക്കും അഷ്ടാംഗയിലെ പ്രത്യാഹാരം? അത് തിരിക്കുകയാണ്, ഉള്ളിലേക്ക് തിരിക്കുകയാണ്. നമ്മളിപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ ബാഹ്യമായിട്ടുള്ള ശരിക്കും സാർ ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും പ്രത്യാഹാരം ഇന്ദ്രിയങ്ങൾ അടച്ചു വയ്ക്കലല്ല, ഇന്ദ്രിയങ്ങളെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നു. തിരിച്ചു വരികയാണ്. അതായത് ഇങ്ങോട്ടുള്ള സിഗ്നലിന് പകരം അതിങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഉള്ളിലേക്ക് തിരിച്ചിട്ട് അത് പരിപൂർണതയിലേക്ക് അത് ഇപ്പോൾ സൂപ്പർ പവറാണ്. ഇവിടെ എല്ലാവരും അത് ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സിലൊക്കെ ഞാൻ പറയാറുണ്ട്, എല്ലാവരും ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാതെ അതിനെ ഉപയോഗിക്കാതെ ആറാമതൊരു ഇന്ദ്രിയം തുറക്കാൻ പോവുകയാണ്. അത് ഇമ്പോസിബിൾ ആണ്, നടക്കില്ല. ശരിക്കും ഈ 5 സെൻറ്റേഴ്സും ഫുൾ ആക്റ്റീവായി കഴിയുമ്പോൾ അതൊരു പിന്നെ ആറാം ഇന്ദ്രിയോ അതാണ്. അപ്പോൾ സാധാരണ ഒരാളിൽ കാണാത്തതും ഒരാൾക്ക് കാണാൻ കഴിയാത്തതും കേൾക്കാൻ കഴിയാത്തതും അനുഭവിക്കാൻ കഴിയാത്തതും ഒക്കെ ആയിട്ടുള്ള സംഭവം ഈ യോഗിക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ വിചാരിക്കുക അതൊരു സൂപ്പർ നാച്ചുറൽ പവറാണെന്നാണ്. ശരിക്കും അങ്ങനെ സൂപ്പർ നാച്ചുറൽ അല്ല ശരിക്കും. പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ പലരും ഈ കാണാത്തത് കാണുന്നതും കേൾക്കാത്തത് കേൾക്കുന്നതും മാനസിക തലത്തിലാണ്. അത് വേറൊരു ലെവലാണ്. അത് ഹാലൂസിനേഷൻ, ഇല്യൂഷനാണ്. എന്നിട്ട് അതാണ് ഈ പറയുന്ന 6th സെൻസിൻ്റെ എക്സ്പീരിയൻസ് എന്ന് കരുതും. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ കണ്ണ് തുറന്ന് കാണ്, നിങ്ങൾ കാത് തുറന്ന് കേൾക്ക്, നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളും നിങ്ങളിൽ ശരിയായി പ്രവർത്തിക്കുമ്പോൾ 6ാമത്തെ ഇന്ദ്രിയത്തിൻ്റെ അനുഭവം നിങ്ങളുടെ സ്വാഭാവികമായിട്ട്. സത്യം പറഞ്ഞാൽ ആ അവസ്ഥ ഈ പരിപൂർണത നേടാതെ യഥാർത്ഥത്തിൽ പറയുന്ന ആ സിദ്ധികളുണ്ടല്ലോ, ആസ്ട്രൽ ട്രാവൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദർശനം, അത് ശരിക്കും സാധ്യമേ അല്ല. ഈ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പരിപൂർണ പ്രവർത്തനശേഷി കൈവരിച്ച് കഴിയുമ്പോൾ മാത്രം, അതായത് എൻലൈറ്റൻമെൻ്റ് എന്നുള്ള അവസ്ഥയ്ക്ക് ശേഷമാണ് യഥാർത്ഥത്തിലുള്ള ആസ്ട്രൽ ട്രാവലും കാര്യങ്ങളൊക്കെ നമുക്ക് സാധ്യമാവുള്ളൂ. അതുവരെയുള്ള എന്താ വെച്ചാൽ ചില ഫാക്കൽറ്റികളിൽ കുറച്ച് എനർജി കറണ്ട് എത്തുമ്പോൾ അവിടെ മാത്രം ഉണ്ടാവണ ഒരു ഹാലൂസിനേഷനാണ്. അത് മറികടക്കേണ്ടതുണ്ട്. തീർച്ചയായും നമ്മുടെ ഈ ചക്രയായിട്ട് ബന്ധപ്പെട്ട് സാറ് പറഞ്ഞ പോയിന്റ് ശരയോഗിയിലും കറക്റ്റാണ്, ആ തത്വം കറക്റ്റാണ്. ഞാൻ പറയാറുണ്ട്, നമ്മുടെ ആദ്യത്തെ പ്രാക്ടീസിൽ ഞാൻ കൊടുക്കുന്നത് നാഭിയാണ് കണക്ട് ചെയ്യുന്നത്. നാഭിയിൽ നിന്നാണ് ഈ കണ്ട സ്ഥൂലത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അന്നമയ കോശം അവിടെ നിന്നാണ് വർക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പം ഞാൻ പറയാറുണ്ട്, ഈ പറയുന്ന സ്ഥൂല ശരീര ശരധ്യാനം ആരംഭിക്കുന്നത് തന്നെ നാഭിയിൽ നിന്നാണ്. അത് കഴിഞ്ഞ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാക്കി 5 ഊർജ്ജ ചക്രങ്ങളും ഈ പറയുന്ന സൂക്ഷ്മത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂക്ഷ്മത്തിൽ
അപ്പോൾ 5 1 6 ഈ ഷടാധാരങ്ങളും ഭേദിക്കുമ്പോൾ കാരണത്തിലാണ് 7ാമത് ശിവസ്ഥാനം നിൽക്കുന്നത് എന്നുള്ളത്. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമുക്ക് നീങ്ങാൻ അങ്ങനെ പോകാൻ പറ്റും. ഇവിടെ എല്ലാവരും ഒറ്റയടിക്ക് ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കും. അത് പോസിബിൾ അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ യോഗവിദ്യയുടെ എല്ലാ അടിസ്ഥാനവും ആ ഒറ്റ സെൻറ്റൻസിലുണ്ട്. കാരണം ഇവിടെ അടഞ്ഞുപോയി ഒരു സ്റ്റേജിൽ, ഇത് വീണ്ടും തുറക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ നാഭി തുറക്കുക എന്നാണ് അതിനെ നമ്മൾ യോഗവിദ്യയിൽ. ഇത് തുറന്ന് കിട്ടിക്കഴിയുമ്പോൾ വയറ് ഫ്രീ ആവുക എന്നൊക്കെ പറയും, വയറ് ശുദ്ധമാവുക എന്നൊക്കെ യോഗ ഭാഷയിൽ പറയും. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ മുനിമാരും യോഗികളും അന്ന് ഉപയോഗിച്ച ഭാഷ അതാണ്, വയർ ശുദ്ധമാവുക എന്ന്, അല്ലെങ്കിൽ നാഡികൾ ശുദ്ധമാവുക എന്ന് വെച്ചാൽ ഈ വാൽവുകളൊക്കെ വീണ്ടും തുറക്കുക. ബ്രീത്ത് ഇങ്ങോട്ട് എത്തിയിട്ട് ഈ നാഡികളൊക്കെ വീണ്ടും ആക്റ്റീവ് ആകുമ്പോൾ നമ്മളിൽ ആ ശിശുസഹജമായ നിഷ്കളങ്കത വീണ്ടും വരും, ആ ദൈവികത വീണ്ടും വരും. അതാണ്, വളരെ സിമ്പിളാണ്. യോഗവിദ്യയുടെ അടിസ്ഥാനം ഇതാണ്. ഒരിക്കൽ തുറന്നിരുന്നതും പിന്നീട് അടഞ്ഞതുമായ ഈ നാഭി കേന്ദ്രീകൃതമായിട്ടുള്ള നാഡികളെ മുഴുവൻ എന്ന് തുറക്കാൻ കഴിയുന്നോ അവിടുന്ന് നമുക്ക് ആത്മീയമായ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഉള്ളൂ. നമ്മൾ സയൻസ് ഓഫ് ബ്രീത്തിൽ നമ്മുടെ പ്രാക്ടീസ് സ്റ്റാർട്ട്സ്, അവർ ഫസ്റ്റ് ലെവൽ പ്രാക്ടീസ് സ്റ്റാർട്ട്സ് ഫ്രം നാഭി. സയൻസ് ഓഫ് ബ്രീത്തിൻ്റെ ആദ്യത്തെ പ്രാക്ടീസ് നമ്മൾ നാഫി നിന്നുകൊണ്ടാണ് പ്രാക്ടീസ്. ഫസ്റ്റ് ലെവൽ മുഴുവൻ നാഫിയുടെ പ്രാക്ടീസ് മാത്രമേ അവിടുന്ന് തുടങ്ങാൻ പറ്റുള്ളൂ. അതാണ് ശരിയായിട്ടുള്ള സിസ്റ്റം. അതെ അതെ അതെ. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സാറിനോട് നമ്മുടെ ഈ ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി, അപ്പോൾ അതും കൂടി ഒന്ന്. അത് തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ഈ ഓരോ ആധാരങ്ങൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഗ്രന്ഥികളാണ്, കെട്ടുകളാണ് ശരിക്കും അവിടെ. അതായത് ഇങ്ങനെയുള്ള സർപ്പത്തിൻ്റെ ആകൃതിയിലാണല്ലോ നമ്മളെ ഇട, പിങ്കള, സുഷ്മയുടെ ഇതിൽ ഈ ജോയിൻറ്റ്സ് വരുന്ന ഭാഗമുണ്ടല്ലോ, അങ്ങനെ ക്രോസ് ചെയ്യുന്ന ഭാഗം. അപ്പോൾ അതൊരു ജംഗ്ഷനാണ്. അതവിടെ ഒരു നാഡികളിങ്ങനെ കൂടിപ്പണഞ്ഞ് കെട്ടായിട്ട് കിടക്കുക തന്നെയാണ്. പ്രധാനപ്പെട്ട ഗ്രന്ഥികളൊക്കെ അവിടെയാണ്. അപ്പോൾ എനർജൈസ് ചെയ്യുമ്പോൾ ആ ഒരു ഗ്രന്ഥി അങ്ങോട്ട് ആക്റ്റീവ് ആയാൽ പിന്നെ ആ സ്റ്റേജ് നമ്മൾ കടന്നു. അപ്പോൾ ബ്രഹ്മഗ്രന്ഥി ഭേദിച്ചു എന്ന് പറയും. ചില ഭേദനം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അവിടെ വന്ന് ഇങ്ങനെ തടഞ്ഞു നിൽക്കുന്ന ഊർജം അവിടെ നല്ല വോൾട്ടേജിൽ അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടെ നിന്ന് മുകളിലേക്ക് കയറും സുഷുമ്നയിൽ. അപ്പോൾ ആ ഗ്രന്ഥി ഭേദനം കഴിഞ്ഞു. പിന്നെ ഇവിടുന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെയിൻ ജംഗ്ഷൻ ഇവിടെയാണ്, വിഷ്ണുഗ്രന്ഥിയാണ്. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കും, ഇതുവരെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ അടുത്ത സ്റ്റേജ് നമ്മൾ സാധനം തീവ്രമാക്കുമ്പോൾ മാത്രമാണ് ഈ എനർജി വേണ്ടത്ര വോൾട്ടേജിൽ വന്നിട്ട് ഇവിടെ എന്താ പറയുക, വോൾട്ടേജ് കൂടുതലാണ് യഥാർത്ഥത്തിൽ. എനർജി എല്ലാവരും ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി, വിഭേദിനി എന്ന് പറയുന്നത് വെച്ചാൽ ഒരേ എനർജി തന്നെയാണ്. പക്ഷേ ഇത് എല്ലാവരിലും ഉണ്ട്, എല്ലാവരിലും ഇത് കൂടെയൊക്കെ എല്ലാ ദിവസവും കടന്നു പോകുന്നുണ്ട്. പക്ഷേ വോൾട്ടേജ് കുറവായതുകൊണ്ട് വലിയ എഫക്റ്റ് ഉണ്ട്. എന്നുവെച്ചാൽ സാധകൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പ്രാണൻ്റെ വോൾട്ടേജ് കൂട്ടുക തന്നെയാണല്ലോ. അങ്ങനെ വോൾട്ടേജ് കൂട്ടിയിട്ട് വേണ്ടത്ര വോൾട്ടേജ് എത്തുമ്പോൾ ആ ഗ്രന്ഥി ആക്റ്റീവ് ആവും. അപ്പോൾ ആ ഗ്രന്ഥി ഭേദിച്ചു എന്ന് പറയും. അങ്ങനെ ഈ ഗ്രന്ഥിയും കൂടി ഇത് ഭേദിച്ച് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഇതുവരെ ഇപ്പോൾ ഓക്കെയാണ്, ഇവിടെ വന്ന് നിൽക്കും. സാധാരണ നമ്മളിപ്പോൾ പ്രാണായാമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈവൻ മാർഷൽ ആർട്സ് നന്നായി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് പോലും ഇതുവരെയുള്ള ചക്രാസൊക്കെ ഓക്കെ ആയി വരും, ആക്റ്റീവായി വരും. പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ വളരെ സീക്രട്ടായിട്ട് യോഗികൾ പ്രാക്ടീസ് ചെയ്യുന്നതും പവർഫുള്ളായിട്ടുള്ളതായിട്ടുള്ള ചില ക്രിയകളുകൊണ്ടാണ്. സയൻസ് ഓഫ് ബ്രീത്തിൽ നമ്മുടെ തേർഡ് ലെവൽ പ്രാക്ടീസിൽ സാറ് പറയുന്ന എബവ് ദി ത്രോട്ട് ചക്ര, വി പ്രാക്ടീസ് ഖേജരി, ഭ്രൂമദ്യം, പിന്നെ മഹാബന്ധനം നമ്മുടെ യോഗയിലെ മഹാബന്ധനം അല്ല ശരയോഗയിലുള്ളത്, അത് ഡിഫറെൻറ്റ് പ്രാക്ടീസാണ്. പക്ഷേ അതിനകത്ത് ഖേജരി എന്ന് പറയുന്നത്, ഖേജരി പലർക്കും പ്രാക്ടീസ് ചെയ്യാൻ അറിയാം. പക്ഷേ ഖേജരി എന്തിന് പ്രാക്ടീസ് ചെയ്യുന്നു, ഖേജരി എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് അറിയില്ല. ഖേജരിയിൽ നിന്ന് നമുക്ക് 4 തരത്തിലുള്ള രസാനുഭവം ഉണ്ടാവും. 4 തരത്തിലുള്ള രസാനുഭവങ്ങൾ അതിൽ നിന്ന് 4 ഹോർമോണാണ്. നമ്മുടെ ഹാപ്പിനെസ് ഹോർമോൺസ് പീനിയൽ ഗ്ലാൻഡിൻ്റെ. അപ്പോൾ അത് നമ്മളുടെ പുസ്തകത്തിൽ തുരി എന്നുള്ള പുസ്തകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ശരിക്കും. അത് നമ്മളെ യോഗ സമ്പ്രദായത്തിൽ സാർ അത് പറഞ്ഞിട്ടുണ്ട് ബുക്കിൽ. ശരയോഗ സമ്പ്രദായത്തിലേക്ക് വരുമ്പോൾ ഈ ഖേജരിയിലേക്ക് പോകുമ്പോൾ 4 രസാനുഭവം ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് നാഡികളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ഏത് ഹോർമോണൽ
എക്സ്പീരിയൻസ് ആണ് നമുക്കുണ്ടായത്, അല്ലെങ്കിൽ നമുക്കുണ്ടായ രസാനുഭവം ഏതാണെന്ന് നോക്കിയിട്ട് നമ്മളിൽ പ്രാണൻ ഏത് നാഡി പ്രവർത്തിക്കുന്നു എന്ന് അറിയാൻ പറ്റും. ജസ്റ്റ് യൂസിങ് കേജരി. ടേസ്റ്റ് ഏത് നാഡിയായിട്ടുള്ളതാണെന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. അത് നമ്മുടെ തേർഡ് ലെവൽ, സയൻസ് ഓഫ് ബ്രീത്തിൻ്റെ തേർഡ് ലെവൽ പ്രാക്ടീസിൽ നമ്മൾ അതാണ് കൊടുക്കുന്നത്. കേജരിയും പിന്നെ അതിനോടൊപ്പം ഭ്രൂമധ്യവും മഹാബന്ധനയും അതാണ് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭ്രൂമധ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മോക്ഷവിദ്യയായി, പിന്നെ ഇല്ലല്ലോ, പിന്നെ ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഭ്രൂമധ്യം അധികം ആരെയും കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല. അല്ല ആദ്യം ഭൗതികതയൊക്കെ സെറ്റായി വരട്ടെ. ഓക്കെ ആയാൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇത് തുറക്കാനേ നമുക്ക് പ്രയാസമുള്ളൂ. ശരിക്കും ഇത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നിയോഗമാണ്. പ്രപഞ്ചം നമ്മളെ അനുവദിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഓരോ സ്റ്റേജിലായിട്ട് പല സീക്രട്ടായിട്ടുള്ള പ്രാണായാമ രീതികളിലും ഈ പറയുന്ന ഇതിന് മുകളിലേക്കാണ് പ്രാക്ടീസുകൾ. ഞാൻ മനസ്സിലാക്കുന്നത് വടകര ആശ്രമത്തിൻ്റെയൊക്കെ രീതി ഇത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഓരോരോ ഇത് ഇവിടെ നിന്നിട്ടുള്ള ചക്ര, ശരിക്കും പറഞ്ഞാൽ ഈ താലു ചക്ര പറഞ്ഞ ചക്ര അധികം മെൻഷൻ ചെയ്യാത്ത, വിശുദ്ധിയും അല്ല, വിശുദ്ധിയായിട്ട് കണക്റ്റഡാണ് താലു ആണ് ശരിക്കും തുറന്നു കിട്ടുന്നത്. ആ കണക്ഷനാണ് രൂപപ്പെടേണ്ടത്. അത് രൂപപ്പെട്ട് കഴിഞ്ഞാൽ ആജ്ഞലിക്കൊക്കെ പിന്നെ പടപടാതെ അത് ഇതൊന്ന് തുറന്നു കിട്ടുക എന്നുള്ളത് ആജ്ഞ ത്രിവേണി സംഗമം കൂടിയാണ്. 3 നാഡികളും ചേർന്ന് അവിടെ നിന്ന് ഒറ്റ നാഡിയായി ബ്രഹ്മനാഡിയായി മുകളിലേക്ക് 1 ചാൺ ദൂരം, അവനവൻ്റെ ഉടമ്പ് 8 ചാൺ ഉടമ്പിൽ 1 ചാൺ ദൂരം ബ്രഹ്മനാഡിയുടെ പ്രവർത്തനമാണ്. ഈ ബ്രഹ്മനാഡിയിൽ കൊണ്ട് കണക്ട് ചെയ്യുന്നതാണ് ഭ്രൂമധ്യം. ഭ്രൂമധ്യത്തിലേക്ക് എത്തിയാൽ പിന്നെ മോക്ഷവിദ്യയായി. അത് പിന്നെ നിയോഗം പോലെയാണ്. ഇത് ഇതുവരെ കിട്ടിയാൽ തന്നെ മഹാഭാഗ്യമാണ് ഒരു ജന്മത്തിൽ. പിന്നെ നമുക്ക് പ്രപഞ്ചം അനുവദിക്കണ്ടെങ്കിൽ ബാക്കിയുള്ളത് കിട്ടും. നമുക്ക് ഈ പറയുന്ന പോലെ ഇതിന് മുകളിലേക്കുള്ള കാര്യങ്ങൾ പലതും അജ്ഞാതമാണ്, പിന്നെ ചിലത് വെളിപ്പെടുത്താനും പറ്റില്ല. അത് പിന്നെ അങ്ങനെയാണ്. എപ്പോഴും ഉണ്ടല്ലോ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ അജ്ഞേയമായിരിക്കുകയാണ്, അപ്പോഴേ ബ്യൂട്ടി ഉള്ളൂ. എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ, ഇപ്പോൾ മാജിക് ആണെങ്കിൽ പോലും അതിൻ്റെ സീക്രട്ട് എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് കൗതുകമില്ല. അതേപോലെ ഈ പ്രപഞ്ചം തന്നെ നോക്കൂ, നമ്മൾ അറിയും തോറും ഇനിയും ഒരുപാട് അറിയാൻ ബാക്കി കിടക്കില്ല. അതാണ് ബ്യൂട്ടി. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നമ്മളെപ്പോൾ ജനിക്കും എപ്പോൾ മരിക്കും എന്നൊക്കെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ബ്യൂട്ടി ഇല്ലല്ലോ. അതേപോലെ ഈ യോഗവിദ്യയിലും പല കാര്യങ്ങളും കുറച്ച് അവിടെ വേണം, എന്നാലും അതിനൊരു ബ്യൂട്ടി ഉള്ളൂ. നമ്മുടെ കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി വെച്ചാൽ ഇതിനകത്ത് എന്തോ പ്രതീക്ഷ, ഇത് തുറന്നാൽ പിന്നെ ആ കൗതുകം പോയി. അതുപോലെയാണല്ലേ. പിന്നെ എന്താ പറയുക, ഇത് ഈ യോഗവിദ്യയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സാധന ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഇതിൻ്റെ പൂർണ്ണതയെ മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ഇരുന്നൊരു കാഴ്ച കാണും. നമ്മളൊരു പനയുടെ മുകളിൽ കയറിയാൽ കുറച്ചും കൂടി വിസ്താരമായ ലോകം കാണും. ഒരു ടവറിൻ്റെ മുകളിലാണെങ്കിൽ കുറച്ചും കൂടി വലിയ ലോകം കാണും. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകുന്തോറും വലിയ ലോകം കാണുന്നത് പോലെ നമ്മൾ സാധനയിൽ എത്രത്തോളം ഉയരുന്നുവോ അതിനനുസരിച്ച് നമുക്ക് യോഗവിദ്യയുടെ രഹസ്യങ്ങൾ നമുക്ക് തനിയെ വെളിവായി വരും. പക്ഷേ നമ്മൾ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ഇതെല്ലാം പഠിച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യം. നിങ്ങൾ അറിഞ്ഞത് വെച്ച് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്റ്റാർട്ട് ചെയ്യൂ, തെറ്റൊന്നും വരില്ല. നല്ലൊരു ഗുരുവിനെ കണ്ടിട്ട് നമുക്ക് വേണ്ടത് ഇതാണ്, താല്പര്യമാണ്. ആ താല്പര്യത്തോട് കൂടിയിട്ട് ഉള്ള അറിവ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും തോറും നമുക്ക് ഓരോ ലെവലും മനസ്സിലാക്കി വരും. ഈ പ്രപഞ്ചം എല്ലാം നമ്മളുടെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചിട്ടുണ്ട്. പ്രപഞ്ചം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മൾ തേടി പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ തയ്യാറാവണില്ല. ഈ യാത്ര തുടങ്ങാൻ പോകുമ്പോൾ കസ്തൂരിമാനെ പോലെ പുറത്തേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതല്ല, യോഗവിദ്യയെക്കുറിച്ച് ഇപ്പോൾ പല ആളല്ലേ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. സാറേ അതെന്താണ്, ഇതെന്താണ്. അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻസാണ്, ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്കൊരിക്കലും ഉത്തരത്തിലെത്താൻ കഴിയില്ല. നിങ്ങൾ ഉള്ളത് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇത് ഒരാൾക്ക് സാധ്യമാണെങ്കിൽ എല്ലാവർക്കും സാധ്യമായിട്ടുള്ള ഇതാണല്ലോ അത്. ഇതിൽ നമ്മളുടെ പൂർവികർ ഒട്ടും അതിശയോക്തിയോ നുണയോ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനോ ഒന്നും എഴുതി വെച്ചിട്ടില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവരനുഭവിച്ച കാര്യങ്ങളാണ്. പക്ഷേ നമ്മളതിന് തയ്യാറായി ശ്രമിക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതവിടെ തന്നെ വന്നോളൂ. തീർച്ചയായും ഞാൻ പറയാറുണ്ട്, ഈ പറഞ്ഞതുപോലെ പുസ്തകങ്ങളിൽ നിന്നും ബാഹ്യ ഗുരുക്കന്മാരിൽ നിന്നും നമുക്ക് പഠിക്കാൻ കഴിയുന്നതിന് പരിധിയും പരിമിതിയുണ്ട്. പക്ഷേ പരിധിയും പരിമിതിയും ഇല്ലാതെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ പരമഗുരുവിന് മാത്രമേ. ഗുരു ഇവിടെ ആ ഉള്ളിലേക്ക് ശ്രദ്ധിക്കാൻ തന്നെയാണ് ശരയോഗയും പറയാറുള്ളത്.